ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ സെഗ്മെൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്, ദ സ്പൈസി ടെയിൽ എക്സ്പ്ലോറർ. അപ്പോൾ ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബേക്കറി സെക്ഷനാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ്, മലപ്പുറം ടൗണിൻ്റെ അടുത്തായിട്ടാണ് ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. പിന്നെ പാർക്കിംഗ് സ്പേസ് ഒക്കെ അത്യാവശ്യം വലിയ പാർക്കിംഗ് സ്പേസ് ആണ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സ്പേസ് ആണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ബേക്കറി സെക്ഷൻ. ബേക്കറി സെക്ഷനിലേക്ക് ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ പല വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. കേക്ക് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത പീസും ഉണ്ട്, അല്ലാത്ത ഫുൾ കേക്ക്സും ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആണ്. പല വെറൈറ്റീസിൽ നമ്മൾ അങ്ങനെ അധികം കണ്ടു പരിചയമില്ലാത്ത പല വെറൈറ്റിയിലുള്ള നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് അവൈലബിൾ ആണ് ഇവിടെ. പിന്നെയുള്ളത് സ്നാക്സ് ആണ്. സ്നാക്സും ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരുപാടൊന്നും ബേക്കറീസിൽ കാണാത്ത തരത്തിലുള്ള സ്നാക്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫയർ പ്രൈസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്, അത്ര അധികമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം ലഡു ആണ്. ആ ഒരു യെല്ലോ ലഡു എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ലഡു ആണ്. എനിക്ക് തോന്നുന്നത് മലപ്പുറത്ത് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ലഡു ആണ് ഇവരെ യെല്ലോ ലഡു. ഓറഞ്ച് ലഡു ഗീ ലഡു എന്നാണ് അതിന് പറയുക, നെയ്യിൽ ചെയ്തെടുത്തതാണ്. അതും ടേസ്റ്റുള്ളത് തന്നെ ആയിരുന്നു. സ്നാക്സ് എന്ന് പറഞ്ഞാൽ പപ്സ്, അങ്ങനത്തെ ഒരുപാട് സ്നാക്സ് ഉണ്ട്. പിന്നെ നമ്മൾ കേൾക്കാത്ത പോലത്തെ ചിക്കൻ പ്ലേറ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതൊരു നല്ല വെറൈറ്റി ആയിരുന്നു. ചീസ് ടോപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം സ്നാക്കായിരുന്നു അത്. പിന്നെ കേക്ക്സ് തന്നെ നമ്മൾ ഓർഡർ കൊടുത്താൽ അതിനനുസരിച്ചുള്ള അവർ ചെയ്തു തരും. പിന്നെ അവിടെ കണ്ടൊരു വെറൈറ്റി മൂസ് ആയിരുന്നു, സ്ട്രോബെറി മൂസ്, ചോക്ലേറ്റ് മൂസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി മൂസുകൾ. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയം ഒരു ദീപാവലിയുടെ സമയമായിരുന്നു. അപ്പോൾ എല്ലാ സ്വീറ്റ്സും ഇങ്ങനെ ബോക്സിലാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. 200-300 രൂപ ആ റേഞ്ചിലൊക്കെ ഇങ്ങനത്തെ ബോക്സിന് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള സ്വീറ്റ്സിൻ്റെ വെറൈറ്റിയാണ്. മാവ ബിസ്ക്കറ്റ്, ഡ്രൈ ഫ്രൂട്ട് സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞ് പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇത് മലായി ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് തന്നെയാണ്, അതും നല്ല ടേസ്റ്റി ആയിരുന്നു. ഡ്രൈ ഫ്രൂട്ട് സാൻഡ്വിച്ച് ആണ് ഈ കാണുന്നത്, അതും വളരെ ടേസ്റ്റി ആയിരുന്നു. നട്ടി ബബിൾ കേക്കിൻ്റെ പീസൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള കേക്കാണ് ഇവരത്. പിന്നെ നമുക്ക് പേരറിയാത്ത പലതരം സാധനങ്ങളും നമ്മളവിടെ കണ്ടു. കുറച്ച് സാധനമൊക്കെ ഞാൻ അവിടെ നിന്ന് മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനോട് കൂടെ തന്നെ ഇവർക്കൊരു ഫുഡ് കോർട്ട് ഉണ്ട്, ഒനീറാസ് ഫുഡ് കോർട്ട് ആൻഡ് ടേക്ക് അവേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സെക്ഷനും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അവിടെ പല തരത്തിലുള്ള നോൺ വെജ് ഐറ്റംസും വെജ് ഐറ്റംസും ആണ് ഉള്ളത്. അത് നമ്മളങ്ങനെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരുപാട് നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള സാധനങ്ങൾ, അതായത് കബാബ്സ് തന്നെ, ഹരിയാലി കബാബ്, മലായി കബാബ്, പിന്നെ ചിക്കൻ ഫ്രൈസ്, ചിക്കൻ്റെ തന്നെ പല ഐറ്റംസ്, സാലഡ്സ്, അറേബ്യൻ സാലഡ്സ്, അങ്ങനെ ഒരുപാട് സൂപ്സ് തന്നെ ഒരുപാട് വെറൈറ്റി, അങ്ങനെയൊക്കെ അവിടെ നമ്മൾ കണ്ടു. ബട്ടർ ചിക്കൻ നമുക്കൊരു ഹോട്ടലിലൊക്കെ അവൈലബിൾ ആവുന്ന പോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ്, ബട്ടർ ചിക്കൻ, ചില്ലി ചിക്കൻ, ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനെ ചിക്കൻ ഡ്രം സ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ചിക്കൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റീസ് ഓഫ് നൂഡിൽസ് അവൈലബിൾ ആയിരുന്നു. പിന്നെ വെറൈറ്റീസ് ഓഫ് റൈസസ്, ലൈക്ക് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ്, ബിരിയാണി, മന്തി റൈസ്, അങ്ങനെ ഒരുപാട് കോംബോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ മലപ്പുറം ടൗണിൽ വരുന്നുണ്ടെങ്കിൽ ഈ ബേക്കറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.